സമയം ഇപ്പം രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് അതിരുമലയിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ചില വീഡിയോസൊക്കെ ഇടുമ്പം ചിലർ വന്ന് കമൻ്റ് ഇടുന്ന കാര്യമാണ് നമ്മളൊരു പണിക്കും പോകാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് വരുമാനം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേരും പറയുന്നത്. അപ്പം യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തൊന്നും അല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഓരോ വർക്കിനൊക്കെ പോയിട്ടാണ് നമ്മൾ ക്യാമറ മേടിച്ചതും അതുപോലെ നമ്മുടെ യാത്രകൾ പോകുന്നതും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കിന് പോയിട്ട് സെറ്റ് ചെയ്യുന്ന പൈസ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വർക്കിന് പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ലോഡിങ് ആണ്. അതായത് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകുന്ന യാത്രക്കാർക്കുള്ള ആഹാര സാധനങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ പണിയെന്ന് പറയുന്നത്. അപ്പം ആഴ്ചയിൽ 3 ദിവസത്തോളം നമുക്ക് ലോഡ് കിട്ടും. അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ ലോഡിന് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ വ്ളാവിള എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ആ വ്ളാവിള സെറ്റിൽമെൻറ്റിലാണ് ആഹാര സാധനങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു ആഹാര സാധനം 20 കിലോയോളം വരും. ആ 20 കിലോയോളം വരുന്ന ആഹാര സാധനം ഒരു 7 കിലോമീറ്ററോളം അപ്പുറത്തുള്ള അതിരുമല ക്യാമ്പ് ഷെഡിൽ കൊണ്ടെത്തിക്കണം. ഈ ഒരു ക്യാമ്പ് ഷെഡിലേക്ക് പോകുന്ന വഴികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളും ഒക്കെ കയറി വേണം നമ്മൾ ഈ ഒരു ലോഡ് അവിടെ കൊണ്ടെത്തിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ലോഡിങ്ങിന് പോകുന്നതിൻ്റെ കാഴ്ചകളും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത് പുത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ നടത്തം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വ്ളാവിള ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ഉണ്ട്. മഴയാണ്, കുളയട്ടകൾ ഒരുപാട് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ അണകാലിലേക്ക് പോകുന്ന തടത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് അണകാലിലേക്ക് പോകുന്ന റോഡാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുപ്പിച്ചോളം യാത്രയുണ്ട് നമുക്ക് ഈ ലോഡ് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് കേട്ടോ. സാധാരണ നമ്മളൊരു കൂലിപ്പണിക്ക് പോകുന്നത് പോലെ തന്നെയാണ് അതിരുമലയ്ക്ക് നമ്മൾ പോകുന്നതും. കാരണം രാവിലെ ഒരു 6 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 11:30 ഉള്ളിൽ നമ്മൾ റെസ്റ്റൊന്നും അധികം എടുക്കാതെ പോയി കഴിഞ്ഞാൽ 11:30 നമ്മൾ അതിരുമലയിലെത്തും. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പം ഒരു 3:30 മണിയൊക്കെ ആവും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 8 മണിക്കൂറോളം ഉണ്ട് നമുക്ക് ഈ ഒരു ലോഡ് കൊണ്ട് എത്തിക്കാൻ. ഒരു ദിവസം നമ്മൾ 8 മണിക്കൂർ തന്നെയാണ് സാധാ കൂലിപ്പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ 8 മണിക്കൂർ തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. അതേ സെയിം തന്നെയാണ് നമ്മൾ അതിരുമലയിലേക്ക് പോകുന്ന ഈ ഒരു ലോഡും കൊണ്ട് പോകുമ്പോഴുള്ള സമയത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. ചെറുമാങ്കൽ എന്ന് പറയുന്നൊരു ഊരിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 3 പേരും കൂടെയാണ് നമ്മുടെ ലോഡ് എടുക്കാൻ പോകുന്നത്. ഇവർ 2 പേരും ഞാനും കുറച്ച് ദൂരം നടന്നു, ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ച് നടന്നു. വ്ളാവിള എന്ന് പറയുന്ന ഊരിൽ എത്താറായിട്ടുണ്ട്. വ്ളാവിള ഊരിലെത്തിയാലും കുറേ അങ്ങ് താഴത്തൊരു കൊന്നത്തേരി അടുപ്പിച്ച് കിടക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ലോഡ് കിടക്കുന്നത് നമുക്ക് കൊണ്ടുപോകാനുള്ള. അങ്ങനെ ഞങ്ങൾ വ്ളാവിള ഊരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയൊരു 400 മീറ്റർ താഴെയാണ് ലോഡ് കിടക്കുന്ന വീടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പാലം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പം ഇതിലെ അങ്ങനെ വണ്ടിയൊന്നും അക്കരെ ഊരിലേക്കൊന്നും പോകാറില്ല. അങ്ങനെ ലോഡ് കിടക്കുന്ന വീടായ നമ്മുടെ രവീന്ദ്രൻ കൊച്ചിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇനി ലോഡ് എടുക്കണം. 20 കിലോയോളം വരുന്ന ലോഡാണ് നമ്മൾ അതിരുമല വരെ എത്തിക്കേണ്ടത്. അവിടെ ഒരു വീടുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങനെ കറങ്ങി മലയ്ക്ക് പിറകിലൂടെ കറങ്ങി ഈ കണ്ട ഈ മലയാണല്ലോ നാച്ചിയാർമോട്ട, ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിലെ ഷോർട്ട് കട്ട് വഴിയൊന്നുമില്ല, അതിൽ കറങ്ങിയാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളങ്ങനെ ലോഡുകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ തലയിൽ ഇത്രയും വലിയ ലോഡാണുള്ളത്, 20 കിലോ. എൻ്റെ തലയിലും ഇതേ സെയിം ലോഡാണ്. അപ്പോൾ ഇതിനെ അതിരുമല എത്തിക്കാനാണ് ടാസ്ക്. ഇപ്പോൾ പോകുന്ന ഈ ലോഡും കൊണ്ട് നമ്മൾ അതിരുമല എത്തുമ്പം ഏകദേശം ഒരു 11:30-12 മണിക്കകത്താവും കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ. ഞാൻ ലോഡും കൊണ്ട് എപ്പോൾ പോയാലും ഞാൻ പതിയെ പോകുള്ളൂ കേട്ടോ. അവർ മുന്നേ അങ്ങ് പോകും. പിന്നെ ഇപ്പം മറ്റേ സർജറിയൊക്കെ ചെയ്തുകൊണ്ട് അധികം തലയിൽ ഞാൻ എടുക്കത്തില്ല. തലയിലെ ഉച്ചിഭാഗത്ത് വെച്ച് എടുക്കും. കുറേ സമയം ഫ്രണ്ടിൽ വെച്ച് എടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയ വേദനയൊക്കെ അടിക്കും. അങ്ങനെ ഞാൻ പതിയെയാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ആറാണേ. ഭയങ്കര വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ആറ് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതൊക്കെ അത്യാവശ്യം കയറ്റങ്ങളാണ്. അപ്പോൾ ഇതൊന്നുമല്ല, വലിയ വലിയ കയറ്റങ്ങൾ ഇനിയാണുള്ളത്. ഇതിപ്പം റോഡാണ്, നമ്മുടെ കാട് വഴി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പാറ്റാമ്പാറ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകുന്ന വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ പാറ്റാമ്പാറ പോകുന്ന വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കൂവമൂട്ടി പ്ലാവ് എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്, നിർത്തും. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി
മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഇതിലെയാണ് വന്നത്. അപ്പം ഇത് കൂവമുട്ടി പ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, പ്ലാവുമൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് അവിടെ കണ്ട അവിടെ നിന്നൊരു ചേട്ടൻ ലോഡ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിലെയാണ് നമുക്ക് പോകേണ്ടത്. ഇതിലേ പാറ്റാമ്പാറ പോകുന്ന വഴിയാണ്. അപ്പോൾ എനിക്കിന്ന് 20 കിലോയുള്ള സാധനമാണ് എനിക്ക് കിട്ടിയത്. ഇത് 5 ലിറ്ററിൻ്റെ പാമോയിലാണ്, 3 കവർ പാമോയിലും പിന്നെ കിട്ടിയത് 5 കിലോ മാവുമാണ്, മൈദ മാവുമാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇതിനകത്തു നിന്നുള്ള കുറച്ച് സാധനത്തിന് എടുത്ത് ഈ ബാഗിനകത്ത് ഇടാൻ പോവുകയാണ്. ഈ മാവിനെടുത്ത് ഇതിനകത്ത് ഇടണം, അപ്പോൾ അത് കുറുക്കിൽ കിടന്നോളും. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നതും പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ ഭയങ്കര നമ്മുടെ ശ്വാസം മുട്ടൽ പോലെയൊക്കെ തോന്നും. കാരണം ലോഡും കൊണ്ട് തേരി കയറുകയാണ്. ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളൊക്കെയാണ് ഇനിയുള്ള കയറ്റങ്ങളെന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ ലോഡ് ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ ലോഡ്. അപ്പോൾ ഇതെൻ്റെ ബാഗാണ്. ഇപ്പോൾ ഈ ബാഗ് കണ്ടോ, ഈ ബാഗ് എങ്ങനെ പോയാലും ഇപ്പോൾ അതൊരു 5 കിലോ 10 കിലോ അടുപ്പിച്ചായിട്ടുണ്ട്. ഇതും 10 കിലോ. എങ്ങനെ പോയാലും ഒരു 20-25 കിലോ ഉണ്ട് എനിക്കിന്ന് കൊണ്ടുപോകാനായിട്ട്. ഇത് കഷ്ടപ്പെട്ട് അതിരുമല എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 950 രൂപയാണ് നമ്മുടെ കൂലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പോകാൻ പോവുകയാണ്. ക്യാമറയൊക്കെ നെഞ്ചിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് കുഴപ്പമില്ല, മുകളിൽ നിന്ന് നല്ല കുത്ത് കയറ്റങ്ങളൊക്കെ തുടങ്ങും. കുറച്ച് ലോഡ് ബാഗിലോട്ട്, കുറച്ച് ലോഡ് തലയ്ക്ക് കൊടുത്തു. അപ്പം തലയ്ക്ക് അധികം ഭാരം വരത്തില്ല. അങ്ങനെ നമ്മൾ നടക്കുക സുഹൃത്തുക്കളെ. ഇനി അങ്ങോട്ട് വലിയ വലിയ കയറ്റങ്ങളാണ്. നമ്മുടെ നാച്ചിയാർ മോട്ട എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികം കയറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി സംസാരിക്കുന്നതും പാടായിരിക്കും, കാരണം ഇത്രയും ലോഡുണ്ട്. ശ്വാസത്തിൻ്റെ ഇത് നിങ്ങളായാലും ഇതുണ്ടാവും. ഇത്രയും ലോഡും വെച്ച് കയറിപ്പോകുമ്പോഴേ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും കൂടെ ആകുമ്പം പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെറിയ നിരപ്പുകൾ കാണും. കയറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയറ്റങ്ങളാണ്. പിന്നെ ആനയുണ്ട്, കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും വഴിയിലൊരു തടസ്സം ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ആഹാര സാധനങ്ങളും കൊണ്ട് പോകുന്നത്. ഇവിടെ കൂടെയൊക്കെ 20 കിലോ ലോഡാണെങ്കിലും ഈ തേരിയൊക്കെ കൊണ്ട് കയറുമ്പോൾ ശരിക്കും കിളി പറക്കും. പിന്നെ പൈസ ഒപ്പിക്കാൻ വേണ്ടി എന്ത് വർക്കിന് വേണമെങ്കിലും പോവും. അങ്ങനെ ഒരു മൈൻഡാണ് നമുക്കടുത്ത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്യണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റും. നമ്മുടെ ക്യാമറ EMI ആണ്, അത് സെറ്റാക്കണം. ലോഡെടുത്ത് നടന്ന വീടിൻ്റെ അവിടെ നിന്ന് ബേസ് ക്യാമ്പ് വരെ ഒരു 8 കിലോമീറ്റർ വരും. ഇതുപോലെ നിരന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ ലോഡും കൊണ്ട് പോകുമ്പോൾ അധികം റിസ്ക് വരത്തില്ലായിരുന്നു. ഇത് ഇത്രയും തേരിയേറി വന്നപ്പോൾ ഇവിടെ കുറച്ച് നിരപ്പാണ്. അവർ മുമ്പേ പോയി കേട്ടോ. അവർ പിന്നെ വീഡിയോസ് എടുക്കലും സംസാരിക്കലൊന്നും ഇല്ലാത്തത് അവരുടെ ഇത് ബ്രീത്തൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കയറിങ്ങ് പോകും. നമ്മൾ കൂടുതൽ സംസാരിക്കും തോറും നമുക്ക് പതിയെ വരാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം വെള്ളങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ വെള്ളമുള്ളത് ഇവിടെയാണ്. ഇതാണ് വെള്ളമുള്ളത്. ഇവിടെന്നിറങ്ങി വെള്ളമൊക്കെ കുപ്പിയിലെടുത്തിട്ട് നമ്മൾ പോകും. പക്ഷെ ഇന്ന് വെള്ളമൊന്നും എടുക്കുന്നില്ല. ബാഗിലാക്കി മാവിനെ ഒരാൾ ലോഡ് എടുത്ത് നടന്നിട്ടുണ്ട്. ഇതാ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവനെ ഇനി കാണണമെങ്കിൽ നാങ്കാറ്റി പോകണം. ഇവൻ ഗ്യാസ് കുറ്റിയൊക്കെ 38 കിലുള്ള ഗ്യാസ് കുറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ് ഈ തേരിക്കൂടെ സ്വീപ്പ്. ഞാൻ എടുക്കില്ല, എന്നെ കൊണ്ട് പറ്റൂല, പറ്റാത്ത കാര്യം പറ്റൂല എന്ന് തന്നെ പറയും. 4 കിലോമീറ്ററോളം വരുന്നൊരു കഠിനമായിട്ടുള്ള തേരിയാണ് കേട്ടോ. ഇത് ശരിക്കും ഇതൊക്കെ തേരിയുടെ കുറഞ്ഞ ഭാഗങ്ങളാണ്. പിന്നെ മേളിലോട്ട് കയറുന്നുണ്ടല്ലോ കിളി പറക്കും നമ്മളെ. നല്ല ലോഡൊക്കെ ആണെങ്കിൽ ഇന്നും പിന്നെ അധികം കുഴപ്പമില്ല. തേരിയുണ്ടോ അപ്പോൾ ഞാൻ സംസാരിക്കണില്ല, സംസാരിച്ച് എൻ്റെ ഉപ്പാടിളവും.
കയറ്റങ്ങൾ അതികഠിനം. ലോഡൊക്കെ കൊണ്ട് പോകുമ്പോഴാണ് കിളി പറക്കുന്നത്. എനിക്ക് നല്ല ലോഡൊക്കെ ആണെങ്കിൽ നല്ല സീനാണ് കയറി പോകാൻ. ഇത്ര വലിയ കയറ്റമല്ലേ. ഡെയിലി പോവുകയാണെങ്കിൽ കാല് ആ ഒരു രീതിക്ക് വഴങ്ങി വരും. ഒരു 2-3 ദിവസം പോകാതിരിക്കുമ്പം പിന്നെ നടക്കുമ്പോൾ സീനാണ്. അങ്ങനെ ഇപ്പം ചെറിയൊരു നിരപ്പായി. ഇനിയും കയറ്റമാണ്. സ്ഥലമൊക്കെ കട്ട സീനാണ് കേട്ടോ. നമ്മൾ ഇത്രയും കുന്ന് കയറുമ്പോൾ അങ്ങ് ടോപ്പിൽ ചെന്നാലേ മനസ്സിലാവൂ നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഈ ലോഡ് എടുത്ത് കയറി വന്നതെന്ന്. നമ്മൾ പോകുമ്പോൾ റെസ്റ്റ് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പിന്നെ എന്തായാലും ഇരിക്കാൻ വയ്യ. എന്തായാലും നമുക്ക് നടക്കാം. ഇനി അങ്ങോട്ടാണ് കയറ്റങ്ങളുടെ കയറ്റം. സീൻ ഏരിയകൾ ഇനിയാണ് വരാൻ പോകുന്നത്. ഏട്ടനും നമ്മളിവിടെ വന്ന അണ്ണനും അവർ പോയി കേട്ടോ. അവർ മുകളിൽ നമ്മൾ ഒരു സ്ഥലമുണ്ട്, നാങ്കാർ എന്ന് പറയാം. നാങ്കാറിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ആഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന സ്ഥലമാണ് നാങ്കാർ. അപ്പോൾ അവിടെ അവർ റെസ്റ്റ് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു 10 കിലോ 15 കിലോയ്ക്ക് കൂടുതൽ ബാഗിനകത്തുണ്ട്. പവർ ബാങ്ക്, പിന്നെ എൻ്റെ ഡ്രസ്സുകൾ. ഞാൻ ചിലപ്പോൾ ഇന്ന് അതിന് മേലെ സ്റ്റേ ആയിരിക്കും. അപ്പം ഡ്രസ്സുകളെല്ലാം കൂടെ അതിനകത്ത് കനമുണ്ട്. പിന്നെ ഇതൊരു 15 കിലോ ഉണ്ട്. എല്ലാം കൂടെ ഒരു 25 കിലോയോളം ഭാരമുണ്ട് മൊത്തത്തിൽ. അപ്പം ഇത്ര ആയപ്പോൾ എനിക്ക് ബാഗിനകത്തായതുകൊണ്ട് തോള് പിടിക്കണം. പിന്നെ തലയ്ക്കകത്തും അങ്ങനെ അധികം കൂടുതൽ ലോഡൊന്നും വെച്ച് എനിക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ ഇവിടെ ഫ്ലോപ്പായി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുമ്പം ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് പോണത് കേട്ടോ. എനിക്ക് അത്രയൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങെത്തി മിക്കവാറും ആഹാരങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോഴായിരിക്കും ഞാനവിടെ എത്തുന്നത് കേട്ടോ. ഞാൻ പിന്നെയും റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ നാങ്കാർ എത്തിക്കാണ്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് കണ്ട സ്ഥലങ്ങളായിരിക്കും കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ ഉരുളം എന്തൊക്കെ പൊട്ടി ഇറങ്ങിയല്ലേ മലവെള്ളം വന്നിറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. കല്ലൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇതാണ്ട ഈ സൈഡ് മൊത്തം ഈ ആയത്തെങ്ങെന്ന് പറയുന്ന കാട്ടിലെ കള്ളി എത്തുന്ന ഒരു തരം തെങ്ങുണ്ട്. അപ്പോൾ അത് ഉള്ള സ്ഥലമാണ്. ഇവിടെ കൊണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കയറ്റം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ വീഡിയോയിൽ അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മുമ്പ് ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ 38, അതും കൊണ്ട് ഇതിലേ കൂടെ പോകുന്നവരെ സമ്മതിക്കണം. മുമ്പോ കുറച്ചങ്ങ് മുകളിലെത്തുന്നവരെ നല്ല റിസ്ക്കാണ്. ഇവിടെ ഒരു കുഞ്ഞു തോടൊക്കെ ഉണ്ടേ. അപ്പം നമുക്ക് ദാഹമൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര വേനലിൽ ഇതുവഴി പോയാലും അത്യാവശ്യം വെള്ളം, കുടിക്കേണ്ട വെള്ളം എപ്പോഴും ഇവിടെ കിട്ടുന്നതാണ് നമുക്ക്. ഈ ഒരു സ്പോട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചോട്ട്. അയ്യോ, ഇത്രയും നല്ല ദാഹമാണെങ്കിൽ നമുക്ക് കുന്നത്തേരി സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് അടുത്ത് കുടിക്കാൻ വേണ്ടി വെള്ളം കിട്ടുന്നതെന്ന് പറയുന്നത് നാങ്കാർ എന്ന് പറയുന്ന തോടിന് താഴെയാണ്. അതായത് കണ്ടോ, നമ്മളിപ്പം വേഗം എടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഫ്രഷ് വെള്ളം ഇതുപോലെ കുടിക്കുക. അധികം വെള്ളം കുടിച്ചാൽ പണി പാകും, കണക്കിന് മാത്രം. ഇനി അങ്ങോട്ടുള്ള തേരികളുണ്ട്, ഭയങ്കരപ്പെട്ട തേരികൾ. ഇവിടെ താഴെ നമ്മൾ കയറി നിന്ന് ഇത്രയും ഇവിടെ നിന്ന്
മേളിലെത്തുന്നവരെയാണ് അതികഠിനമായിട്ടുള്ള കയറ്റം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ കണ്ട ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര തേരിയാണ് കയറി വന്നതെന്ന്. അടിപൊളി. അങ്ങ് താഴെ നിന്ന് കയറി വന്നതാണ് കേട്ടോ, അങ്ങ് താഴെ നിന്ന് ഇതുവരെ എത്തി. എങ്ങനെയാണ് ഇനിയും ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. നാച്ചിയാർ മോട്ട എന്ന് പറയുന്ന പുൽമേടിൻ്റെ തുടക്കം ആയിട്ടുണ്ടായി. സംഭവം എല്ലാം കഷ്ടപ്പാടുകളാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ആയി കാണും. ഒരു 1.5 മണിക്കൂർ സമയമെടുത്തു ഇതുവരെ എത്തിപ്പെടാൻ വേണ്ടി. ഇനി നാങ്കാർ എത്തിയതിന് ശേഷം അവിടെ നിന്നും ഒരു കയറ്റമുണ്ടേ, അത് കയറി മുകളിലെത്തിയാലേ നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ നാങ്കാർ. ഈ ആറിന് മുകളിലൊരു സ്ഥലമുണ്ടേ, അവിടെയാണ് നമ്മളന്ന് സ്റ്റേ ചെയ്തൊരു സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയി ആഹാരമൊക്കെ കഴിക്കാതിരിക്കുന്നത്. അവിടെയാണ് ആ ഒരു സ്ഥലത്ത്. മുകളിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരും വന്നിരുന്ന് കഴിക്കാറില്ല. കഴിക്കണമെങ്കിലൊക്കെ മുകളിൽ ആ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കും. മുമ്പൊരു ദിവസം നമ്മൾ കിടന്ന് ഇവിടെയാണ്, അതിൻ്റെ 2ാമത്തെ ദിവസം നമ്മൾ കിടന്ന സ്ഥലം മുകളിൽ നാങ്കാർ. പിന്നെ എങ്ങനെ ഞാൻ പിറകേന്നേ വരും പതിയെ. പോണത് ഇറങ്ങി ഇപ്പം പോയത് കണ്ടോ ഗ്യാസ് കുറ്റിയെ കൊണ്ട്. അപ്പം ഈ തേരി തന്നെ ഈ 38 കിലോ ഉള്ള ഗ്യാസൊക്കെ ചുമന്ന് കയറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഗ്യാസ് കുറ്റി ചുമന്ന് കയറ്റണതിന് 2000 രൂപയ്ക്ക് പുറത്തുണ്ട് കേട്ടാ. തിരിച്ചിറക്കുന്നതിന് 1000 രൂപ അടുപ്പിച്ചുണ്ട്. ഒരു 3000 രൂപ കിട്ടും. കാലിക്കുറ്റി തിരിച്ചിറക്കുന്നതിന് 1000, മറ്റേത് 2000. നാട്ടിലൂടെ ഇങ്ങനെ പോകാനേ കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ലോഡും കൊണ്ട് പോകുമ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിലാണെങ്കിൽ നല്ല പരുവും വരും. നേരത്തെ വന്ന് ഇവിടെ എത്തി. എന്നെ എന്തിനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ താമസിച്ച് വരണമുണ്ട്. ഇവർ നടക്കും, എനിക്ക് അതേപോലെ നടക്കാനൊന്നും പറ്റൂല. ഇവേ ഇപ്പം ഉണ്ടല്ലോ, ഞാൻ എടുത്ത് വെച്ചിരിക്കുകയല്ലേ, ക്യാമറ ഫിറ്റ് ചെയ്ത് നടക്കുക. നമ്മളങ്ങനെ റെസ്റ്റ് ഇരുന്ന സ്ഥലം നാച്ചിയാർ മോട്ടയാണ്. അത് അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ലോഡുകളൊക്കെ ആയിട്ട് ഇവർ നേരത്തെ വന്നിവിടെ നിന്നെയാണ്, ഞാനാണ് താമസിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ലോഡ് എടുത്ത് ഈ തേരി അങ്ങ് കയറി പോകണം. അങ്ങ് കയറി പോകുമ്പോഴേ കുറച്ചെങ്കിലും തേരിക്കൊരു ശമനമാകുകയുള്ളൂ. നമ്മളിപ്പോൾ കണ്ടത് രാവിലെ ലോഡിന് പോയവരാണ്. അവർ നമ്മൾ ലോഡെടുത്ത സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർ നേരത്തെയൊക്കെ പോയിട്ട് വരും. നമ്മൾ നടന്ന് പ്ലാവളയിൽ എത്തുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ അവിടെ നിന്ന് ലോഡുമായിട്ട് ഇപ്പം നമ്മൾ ഇവിടെ എത്തിയ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. ഇവരിതാ ലോഡുമായിട്ട് നടക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ ലോഡ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ചെറുതായിട്ട് ചിപ്സൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ കഴിച്ച്. ചോറുണ്ടായിരുന്നു, അത് കഴിച്ചില്ല. അപ്പം ബാക്കിയുള്ള രാവിലെ പോയവരൊക്കെ ഇറങ്ങിപ്പോയി. ഇനി നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇനി അതിനുമേലിൽ എത്താൻ വേണ്ടി. ഇവർ 2 പേരും തിരിച്ചിറങ്ങുകയാണെന്ന്. ഞാൻ വീഡിയോസ് എടുത്ത് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ എന്നെ നിങ്ങളങ്ങനെ അധികം കാണാത്തത്. അപ്പം വേറെ ഞാൻ ചെയ്യുന്ന ജോലി അത് കാണിക്കാൻ മടിയായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടല്ല. ഇതിപ്പോൾ ക്യാമറ നെഞ്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ക്ലിയറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ലോഡ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെയും ലോഡ് എടുക്കുകയാണ്. സെറ്റ് തലയിൽ കയറ്റിയിട്ടുണ്ട്. താഴെ ലോഡ് വെച്ച സ്ഥലത്തുനിന്ന് ഇത്രയും മുകളിലോട്ട് കയറി വന്നിട്ടുണ്ടേ. അപ്പോൾ കണ്ട എൻ്റെ നെഞ്ചിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും വിഷ്വൽസൊക്കെ എന്നെ കൊണ്ട് പകർത്താൻ പറ്റുള്ളൂ. ലോഡും എല്ലാം കൂടെ ആകുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അല്പം താഴെ നിന്ന് കയറി വരുമ്പോഴേ നമ്മൾ തിന്നിട്ടൊക്കെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതല്പം സീന് തേരിയാണിത്. അയ്യോ, ഇതുപോലുള്ള കല്ലുകൂട്ടങ്ങളൊക്കെ വരുന്ന സ്ഥലം വരുമ്പോഴാണ് പണി പാളുന്നത്. അയ്യോ, ഇവിടെയെങ്കിലും വച്ച്
വെച്ചിട്ട് ഒന്നുകൂടെ എടുക്കുന്നതാണ് നല്ലത്. അയ്യോ വെള്ളദാഹം. ലോഡൊക്കെ ഇറക്കിയിട്ട് ഇതാ ഇവിടെ ഇരിക്കുവാണ് എൻ്റെ ബാഗ്. അത് അത്യാവശ്യം നല്ല കനമുണ്ട്, ക്യാമറ, പവർ ബാങ്ക് എല്ലാം കൂടെ എടുത്തിട്ട്. അപ്പോൾ ഇതാ നാച്ചിയാർ മോട്ടയുടെ പകുതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു പുൽമേടാണ് നമ്മൾ വ്ളാവള നിന്നിട്ട് പറഞ്ഞത്, ഈ ഒരു പുൽമേട്ടിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ നാച്ചിയാർ മോട്ടയിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ കണ്ടോ. ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത് ഫോൺ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റിയിൽ കാണാൻ പറ്റും. എന്താ ആ ഭാഗം മുന്നിലാണ് അഗസ്ത്യാർകൂടം, അങ്ങ് മഞ്ഞ് മൂടി കിടക്കുന്ന ഭാഗത്തായിട്ടാണ് അഗസ്ത്യാർകൂടം ഉള്ളത്. ഇനി ഞാൻ നല്ല രീതിക്ക് ടയേർഡാവും, കാരണം നാച്ചിയാർ മോട്ടയിൽ വെയിലാകും തോറും നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകും. അപ്പോൾ ഇന്ന് അഗസ്ത്യാർകൂടമൊക്കെ ഇതാ അങ്ങാണ്, മഞ്ഞടിച്ച് കിടക്കുകയാണ് മൊത്തം. തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ പകർത്തിയെടുക്കണമെന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. കാരണം എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ പതിയെ എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് അതിനുള്ള ഇതൊക്കെ ഉള്ളൂ. സെറ്റ് തലയിൽ കയറിയിട്ടുണ്ട്. അങ്ങ് കണ്ട മുകളിൽ ഒരു പാറാക്കൂട്ടം കാണുന്നുണ്ട. അതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലിരിക്കുന്ന 25 കിലോ ലോഡ് എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു സമാധാനമാവും. പക്ഷേ അങ്ങോട്ട് എത്താൻ ടാസ്ക്കാണ്. ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോകുന്നൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ കല്ലുകൂട്ടത്തിനിടയിലൂടെ നമ്മൾ പോകുന്ന ഈ ഒരു സ്പോട്ട്. ഇവിടെ കൂടെയൊക്കെ ഗ്യാസും കൂടെ കൊണ്ടുപോകണം. ശരിക്കും നമ്മൾ ഞാൻ നമിക്കുന്നു. ഉണ്ടോ ഇവിടെ ഈ ലോഡ് ക്യാമ്പിലോണ്ട് എത്തിച്ചാലാണ് ശരിക്കും 950 രൂപ കിട്ടുന്നത്. അവിടം വരെ എത്തിക്കാനാണ് പാട്. പാറയിലെത്തിയിട്ടുണ്ടേ. ഞാഞ്ഞ് പിടിച്ചാലേ ഞാൻ അവിടെ എത്തുള്ളൂ. അമ്പോ കയറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. വെള്ളം ദാഹിച്ചു വയ്യ കേട്ടോ. വെള്ളം കുപ്പിയെടുത്തില്ല. കല്ലിടകൾ എന്തായാലും ഇവിടെ വയ്ക്കാം. എണ്ണയാണ്, പൊട്ടിപ്പോയ സീനാണ്. പൊട്ടിയാന്തിരി ഇത് ഉള്ളി. സുരേണ എന്താണ് കൊണ്ട് വന്നേ? പച്ചക്കറി അല്ലേ? നേരത്തെ വന്നു, നേരത്തെ പോലെ തന്നെ. ഇവർ നേരത്തെ വരും, എപ്പോഴും നേരത്തെ ഒന്നും ഇവിടെ ഇരിക്കും. എവിടെ വന്നപ്പോൾ അതങ്ങനെ തന്നെ, ഞാൻ പതിയെ വരുള്ളൂ, അതറിയാമല്ലേ. കുറച്ച് സമയം ഇവിടെ ഇറക്കി നമ്മൾ ഇരുന്ന് കേട്ടോ. സമയം ഇപ്പം 10:30 ആയിട്ടുണ്ട്, രാവിലെ 10:30 ആയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്യാമ്പിലെത്തുമ്പോൾ 11:30 ആവും. അപ്പം ഇവിടെ അടിപൊളി ഒരു പ്ലേസാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മുന്നേ എടുത്തത് കൊണ്ട് തന്നെ നമ്മളധികം ഇതൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ ലോഡും കൊണ്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ. ഇവിടെ ഇറക്കി കുറേ സമയം ഇങ്ങനെ വിശ്രമിച്ചിരുന്നു. ഇനിയിപ്പോൾ നേരെ ഇത് എടുത്തിട്ട് എങ്ങനെയും നമുക്ക് അതിരിമല എത്തിക്കണം. നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ. ഇത്രയും മനോഹരമായി കിടക്കുന്ന നാച്ചിയാർ മോട്ട എന്ന് പറയുന്ന ഈ ഒരു പുൽമേടിലൂടെ ലോഡും കൊണ്ടുള്ള യാത്ര. കാറ്റുണ്ട്, പച്ചപ്പ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അത്രത്തോളം ഭംഗിയുള്ളൊരു പുൽമേട്. എപ്പോഴും ഇവിടുത്തെ വീഡിയോസ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ജസ്റ്റ് മാത്രം ഒന്ന് കാണിച്ചിട്ട് നേരെ നമ്മൾ
അതിരുമലയിലേക്കുള്ള നടത്തം തുടങ്ങുകയാണ്. ഇവർ രണ്ടുപേരും നല്ല നടക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവരങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ ഒരു തേരിയും കൂടെ കുറേ ദൂരമുണ്ട്, 1 കിലോമീറ്ററോളം ഉണ്ട്. ഇതും കൂടെ കയറി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെയോ തേരി തീരാറായി. സമയം 11 മണി അടുപ്പിച്ചായി കേട്ടോ. ഇനിയൊരു 3 കിലോമീറ്ററോളം ഇവിടെ നിന്ന് നടക്കാനുണ്ട്. ഇതും തേരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണൊരു സമാധാനമായത്. ഒമ്പോ ഇനിയും അങ്ങോട്ട് ചെറിയ ചെറിയ തേരികളുണ്ട്. എന്നാലിനി നിരപ്പും ഭയങ്കര കുളകേറ്റമുള്ളൊരു സ്ഥലമാണ്. രാവിലെ താഴെ നിന്ന് കണ്ട നാച്ചിയാർ മോട്ട എന്ന് പറയുന്ന പുൽമേടാണ്. ഈ ഒരു പുൽമേട്ടിൽ നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നാലേ ഇതിൻ്റെ മുകളിൽ അധികം തേരിയില്ലാത്ത സ്ഥലത്തൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. കുപ്പിയാട് സെറ്റിൽമെൻറ്റിൽ നിന്ന് രാവിലെ ലോഡെടുക്കാൻ വന്ന പയ്യനാണ് അരുണ്. ഇതെൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനാണ്. ഇനി പോവേയല്ലേ നീ? ഞാൻ ഇനി അങ്ങോട്ട് തിരിക്കുകയാണ്. ഇപ്പം വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. സുരേണ്ണനും ഞാനും എൻ്റെ ചേട്ടനും നമ്മളിതാ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇവർ നേരത്തെ പോവായിരുന്നു. ഞാനാണ് കിടന്ന് ലാഗടിക്കുന്നത്. ഇതാ അവർ റെഡിയായി നിൽക്കുകയാണ്. ഇനി പോവാം അപ്പോഴേ. ഓക്കെ അരുണേ, ശരി അപ്പം. ഓക്കെ ശരി. അപ്പോൾ അരുണ് പോയിട്ട് എന്ന് പറഞ്ഞ് വഴിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ആനയും പോത്തും ഒക്കെ ഉള്ള വഴിയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറേ ആൾക്കാരൊന്ന് പോവുകയും ചെയ്തു. അപ്പം നമ്മളിനി നേരെ നമ്മുടെ അതിരുമല ക്യാമ്പ് ഷെഡിലാണ് അടുത്ത നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ശരി അരുണേ. ഓക്കെ എൻ്റെ ബാഗ് എടുത്തതാ എൻ്റെ ലോഡ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെടുക്കണം. പോക്ക് ജസ്റ്റ് ചെമാട് ചുരുട്ടുണ്ട്. പുറത്തിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടണം. 950 രൂപയ്ക്ക് വേണ്ടിയുള്ള ഓരോരോ നമ്മുടെ കഷ്ടപ്പാടുകൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ. അടുത്ത ട്രിപ്പിന് പൈസ ഒപ്പിക്കാനുള്ള പരിപാടിയാണ് അമ്മച്ചി. ഓക്കെ ഇനി നേരെ ക്യാമ്പ് ഷെഡാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ നേരത്തെ വന്ന പോലെയല്ല, കയറ്റങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഇങ്ങോട്ട് ഇനി നിത്യഹരിത വനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുളയട്ട നല്ല രീതിക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ കാലിലും കയ്യിലൊക്കെ ഈ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ഉപ്പാണ് നല്ലത്. ഉപ്പ് വെള്ളം നല്ല രീതിക്ക് കട്ടിക്ക് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ അത് കാലിൽ തേച്ച് കൊടുത്താൽ മതി. കുളയട്ട അധികം കയറത്തില്ല കേട്ടോ. അപ്പം ട്രക്കിങ്ങിനോ ട്രാവലിനോ അങ്ങനെയൊക്കെ പോകണം. ഒരു ഉപ്പ് നല്ല കട്ടിക്ക് കുറുക്കി ഒരുപാട് ഇട്ടിട്ട് അതിനെ കുലുക്കി നല്ല ഉപ്പ് വേണം, നല്ല കട്ടിക്ക് ഉപ്പ് വേണം. അത് കാലിൽ തേച്ച് കൊടുത്താൽ മതി. അധികം കുളയട്ടയൊന്നും കയറത്തില്ല. ഞങ്ങളതാണ് ഉപയോഗിക്കുന്ന മരുന്നിവിടെ. നമ്മൾ നടക്കുന്ന വഴിയുണ്ടോ, ഭയങ്കര നിശബ്ദമാണ്. എൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയും ചെറിയൊരു തേരിയാട്ടെ ഈ കാട്ടിനുള്ളിൽ. ഇതുപോലെ വലിയ തേരിയല്ല, ഇതുപോലെ ചെറിയ ചെറിയ തേരികൾ ഇനി 2-3 ഉണ്ട്. ആനപ്പിണ്ടോ കിടക്കണുണ്ടോ വഴിയിൽ. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് നടക്കുന്നതാണ്. 7 മണിക്ക് വ്ളാവളയിൽ നിന്ന് ലോഡ് കൊടുത്ത് നടന്നതാണ്. ഇപ്പം 11 മണി കഴിഞ്ഞു, എന്നിട്ടും ക്യാമ്പ് ഷെഡിൽ എത്തിയിട്ടില്ല. ഇത്രയും ദൂരം നിരപ്പാറുന്ന സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തിയനെ. ഇനിയൊരു 1.25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടി. ബേസ് ക്യാമ്പിൽ ഈ ലോഡ് കൊണ്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ പൈസ കിട്ടുള്ളൂ. ആ പൈസ വച്ചിട്ട് വേണം നമുക്കടുത്ത് നമ്മുടെ ഓരോരോ ട്രക്കിങ്ങും പിന്നെ നമ്മുടെ അല്ലാത്ത ട്രാവൽ പോകുമ്പോഴുള്ള എക്സ്പെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവൂ. കോട്ടൂരിലെ ഷെർപ്പ
ഉണ്ടടേ. സെറ്റ് സെറ്റ് പൊളി. ഇതാണ് നമ്മൾ ലോഡും കൊണ്ടുവരുന്ന വഴി. അപ്പോൾ ഈ റോഡാണ് ബോണക്കാട് നിന്ന് ആൾക്കാർ വരുന്ന വഴി കേട്ടോ, ട്രക്കിങ്ങിന് വരുന്ന വഴി. നമ്മൾ മണച്ചാല എന്ന് പറയുന്ന സ്ഥലത്ത് ലോഡൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ലോഡ് അങ്ങറ്റിരിക്കുന്നത്. ഇത് സുരേണ്ണൻ്റെ മത്തൻ, കുമ്പളം, എന്തിനാണ് ക്യാബേജൊക്കെ. സുഹിത്തിൻ്റെത് ഉള്ളി, ഉരുളക്കിഴങ്ങ്. എൻ്റെ ഇതിനകത്തുള്ളത് മൂന്ന് കവറ് മറ്റേ പാമോയിൽ, 5 കിലോയുടെ പാമോയിലും പിന്നെ 5 കിലോ മൈദ മാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോഡ്. ഏകദേശം ഒരു 10-20ഓളം ലോഡ് ഇന്നുണ്ടായിരുന്നു. അങ്ങനെ നടത്തം പിന്നെയും ആരംഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ക്യാമ്പിൽ കൊണ്ട് ഒരിറക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു സമാധാനം. ഇനി ഒരു കിലോമീറ്റർ വരും ക്യാമ്പ് വരെ, അതിരുമല്ല ബേസ് ക്യാമ്പ് വരെ. അങ്ങനെ ഏകദേശം ക്യാമ്പ് ഷെഡ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നെങ്ങനെ പോയാലും 11:30-11:45 അടുപ്പിച്ചാവും നമ്മൾ ക്യാമ്പ് ഷെഡ് എത്തുമ്പോൾ. ഇവിടെയും നമുക്ക് ഓടിപ്പാഞ്ഞ് പോകാൻ പറ്റത്തില്ല, കാരണം കല്ലും കല്ലിടകളും ഒക്കെയാണ്. ഇതക്കരെ ഒരു തേരിയുണ്ട്. ആ തേരിയും കൂടെ കയറിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ചെറിയൊരു തേരിയുണ്ട്, അതും കൂടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ തേരിയൊന്നുമില്ല. പിന്നെ സ്ട്രൈറ്റ് അടിച്ചങ്ങ് കിടിലായിട്ട് നമുക്ക് ക്യാമ്പ് വരെ പോവാം. ഇതാണ് ആ കുഞ്ഞ് തേരി. ഇതും കൂടെ കയറിയ കണ്ട കരടി മുട്ടിടിച്ചിരിക്കുന്നത് കണ്ട ഇവിടെ നോക്കിയാൽ. ഇത് കണ്ട, ഇത് കരടിയാണ്. രാവിലത്തെ പണിയാണ്. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമായുള്ളൂ. ഇനി അങ്ങോട്ട് നിരപ്പാണ്. ഇനി ഒരു 300 മീറ്റർ അവിടെ നടന്നെത്തുമ്പോൾ ഉണ്ടല്ലോ 950 രൂപയും കിട്ടും, ലോഡും അവിടെ എത്തും. സമാധാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അതിലും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തുന്ന ഇതേ സ്ഥലം ഇതേപോലെ നടന്ന് തിരിച്ച് വീട്ടിലെത്തണം. ഒരു 12 കിലോമീറ്റർ വരും കേട്ടോ നമുക്ക് വീട് വരെ പോവാം. ഇവിടെ നിന്ന് നമ്മളൊരു 100 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോഡ് കൊണ്ടിറക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ വഴി 6-7 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അഗസ്ത്യമലയ്ക്ക് ടോപ്പിലെത്താം. ഇത് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയ്ക്കിരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിരുമല ബേസ് ക്യാമ്പ്. അഗസ്ത്യാർകൂടെ 6 കിലോമീറ്റർ, 6 കറക്റ്റ് 7 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ഇത്രയും കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പ് ഷെഡ്, ഇതാണ് അതിരുമല ക്യാമ്പ് ഷെഡ്. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ഈ ക്യാൻറ്റീനിലാണ് നമ്മൾ ഈ ഫുഡ് കൊണ്ട് എത്തിക്കേണ്ടത്. ഇതാണ് ക്യാൻറ്റീൻ. ഇതിനകത്തുകൊണ്ട് നമുക്ക് ഫുഡ് ഇറക്കി കൊടുക്കണം. 950 രൂപ കിട്ടും. ഇതിനകത്ത് കൊണ്ടു കൊടുക്കണേ. എന്തെങ്കിലും കൊണ്ടിട്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബേസ് ക്യാമ്പിനകത്താണ് നമ്മുടെ ആഹാര സാധനം കൊണ്ടെത്തിയത്. അപ്പോൾ ഇതിനകത്താണ് ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഡോർമെട്രിയാണ്. ഇതൊക്കെ വരുന്ന യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അഗസ്ത്യാർ ഇവിടെ മുന്നിൽ കാണുന്നതാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരമാണ്. ചോറും പയറും ലോഡൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. സെറ്റ് ആണ് കേട്ടോ ക്യാമ്പ് ഷെഡ്. ഇതിൻ്റെ തൊട്ട് പിറകിലാണ് ക്യാൻറ്റീൻ. അവിടെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് അവിടെയാണ് ഞാൻ എത്തിച്ചത് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിതാ ലോഡിങ്ങൊക്കെ ഇറക്കിയതിന് ശേഷം ഞാനിന്നിവിടെ സ്റ്റേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബേസ് ക്യാമ്പിലുണ്ട്. നമ്മുടെ ആഹാര സാധനങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി നാളെ വീട്ടിലോട്ട് പോകണുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ ഇന്നിവിടെ സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്. അപ്പം ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഇരുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഒരു പണിയില്ലാത്തവരായിരിക്കും അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ അത് ഇടുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. അപ്പം ഒരാളെക്കുറിച്ച് നമ്മളൊരു നെഗറ്റീവ് പറയുവാണെങ്കിൽ അയാൾ എന്തായിരിക്കും, അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ അയാളെ പറ്റിയിട്ടുള്ള നെഗറ്റീവുകളായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഇടുമ്പം ചിലർ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫണ്ടൊക്കെ ഒപ്പിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അങ്ങനെ ഒരു കുറച്ചിലും അങ്ങനെയായിട്ട് എനിക്ക് ഒരു ജോലിയും അങ്ങനെ ഒരു കുറച്ചിലായിട്ടും തോന്നിയിട്ടില്ല. നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി ആരുടെയും കക്കാതെയും മോഷ്ടിക്കാതെയും നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട് എന്ന്
മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മനുഷ്യനെയും പറ്റിച്ചിട്ട് നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചേട്ടനും കൂടെ വന്ന ആ ചേട്ടനും അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അവർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, എനിക്കും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് റീൽസ് ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ച് ഇന്നിവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പ് വരെ നമ്മൾ ലോഡും കൊണ്ട് എത്തുന്നതിൻ്റെ കാഴ്ചകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചിങ്ങനെ ലോഡ് എടുത്തിട്ട് വേണം അടുത്ത് തമിഴ്നാട്ടിലെ കുറച്ച് ഉൾഗ്രാമങ്ങളൊക്കെ തേടിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പൈസകളൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ വേണം കണ്ടെത്തണം. പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് കുറച്ച് പൈസയൊക്കെ അടയ്ക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ നെഗറ്റീവ് അടിച്ചവരുടെയും കമൻറ്റുകൾ നിങ്ങളും രേഖപ്പെടുത്തുക. എന്താണ് നെഗറ്റീവ് അടിക്കുന്നവർ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ ഒരു ജോലിയും ചെയ്യണില്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങളാണ് എന്നൊക്കെ തെറ്റിദ്ധാരണ ഒരുപാട് പേർക്കുണ്ട്. എൻ്റെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ്. ഇങ്ങനെ പൈസ കിട്ടുന്ന എന്ത് പണിക്കും എനിക്ക് പോകാൻ മടിയൊന്നുമില്ല. ഞാൻ അത്തരം ജോലികൾ ഞാൻ ചെയ്യും. അപ്പോൾ എന്നിട്ടത് കുറച്ച് എന്തെങ്കിലും സേവിങ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം എന്തോ ഭയങ്കര വൾഗറായിട്ട് എന്നെ പറയുന്ന തരത്തിലുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്നവരായിരിക്കും അത്തരത്തിൽ കമൻ്റ് ഇടുന്നത്. അപ്പോൾ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരടുത്തായാലും പോസിറ്റീവ് കമൻ്റ് ഇടുന്നവരടുത്തായാലും എല്ലാവരുടെ അടുത്തും ബഹുമാനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഞാൻ ജോലിയൊന്നും ചെയ്യണില്ല എന്ന് പറയുമ്പം എനിക്കതിലൊരു വിഷമം. ഓക്കെ, അപ്പം എനിക്കിപ്പം ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോ ആരും എനിക്ക് ഒരു രൂപ പോലും എനിക്ക് തരത്തില്ല. ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ, സ്വന്തമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതായാലും അതും ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അതും കഷ്ടപ്പാടാണ്. പൈസ വേണമെങ്കിൽ നമ്മൾ വീഡിയോസ് ആയാലും പൈസ വേണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞൊരു കാര്യവുമല്ല. ഇത് പൊതുവായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇടയ്ക്കിങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിനൊരു പ്രതികാരമായിട്ട് അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. എൻ്റെ വീഡിയോസാണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കറിയാം. ഞാൻ ചെയ്യുന്ന വർക്കുകളും കാട് വെട്ടാൻ പോകുന്നതും അങ്ങനെ ഓരോരോ വർക്കുകൾക്കൊക്കെ പോയി ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടാണ് ഞാൻ ക്യാമറയൊക്കെ മേടിക്കുന്നതും അങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഓരോ കാര്യങ്ങളും. ഫോണും നമ്മുടെ ഈ വ്ളോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതിനായിട്ടുള്ള ഫണ്ടുകളൊക്കെ ഞാൻ കൂടുതൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മുടെ ബേസ് ക്യാമ്പിൽ ഫുഡ് ഐറ്റംസ് കൊണ്ടുകൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന 950 രൂപ എന്നൊക്കെ മാറ്റി വെച്ചാണ് നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകളും കാര്യങ്ങളും നമ്മുടെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വണ്ടിക്ക് പെട്രോൾ അടി എല്ലാം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം. അപ്പോൾ എന്തായാലും അടുത്ത ഇതിലും നല്ല ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.